92 ആക്ടിവിറ്റീസ്. ഞങ്ങൾ തന്നെ ആക്ച്വലി ഡാഷ്ബോർഡ് കണ്ടിട്ട് വെരി സർപ്രൈസ്ഡ് ആയിരുന്നു. നമ്മൾ ആ ഡിഫറൻസ് എടുത്തു നോക്കുകയാണെങ്കിൽ ആസ് കമ്പയർഡ് ടു കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കരുനാഗപ്പള്ളി, ബാക്കി ക്യാമ്പസസിന്റെ ദർ ഇസ് ലൈക്ക് എ ഡിഫറൻസ് ഓഫ് 30 to 40 activities maybe. How 92 activities എങ്ങനെ? ഫസ്റ്റ് ഓഫ് ഓൾ ലൈക്ക് കൗണ്ടിന്റെ കാര്യം ഞങ്ങൾ ഞാൻ സെക്കൻഡ്ലി പറയാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് സാധനം അപ്രോച്ച് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, അതായത് ഒരു പ്രോഗ്രാം നടക്കുന്ന സമയത്ത് ഞങ്ങൾ പ്രോഗ്രാമിനെ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അതായത് ഓരോ പ്രോഗ്രാം എത്ര തവണ നടത്തി അങ്ങനത്തെ കൗണ്ട് ഞങ്ങൾ വളരെ ചുരുക്കം എടുക്കാറുണ്ട്. ഞങ്ങൾ മെയിൻ പ്രയോറിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റുഡൻസിന് മാക്സിമം കാര്യങ്ങൾ എത്തിക്കുക എന്നുള്ള കാര്യം, ആ വാല്യൂ മാക്സിമം കൊടുക്കാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ വാസ് ലൈക്ക് ഓൾറെഡി ഞാൻ കഴിഞ്ഞ കോർട്ടിങ്ങിലുള്ളതുകൊണ്ട് എനിക്ക് അത്യാവശ്യം ഐഡിയ ഉണ്ടായിരുന്നു. സോ എങ്ങനെ സാധനങ്ങൾ മൂവ് ഓൺ ചെയ്യണം എന്നുള്ളൊരു ഏകദേശം ഐഡിയ ആയിട്ട് വന്നുകൊണ്ട് ഐ വാസ് ലൈക്ക് പ്രിറ്റി മച്ച് പ്ലാൻഡ് അബൌട്ട് എങ്ങനെ സാധനങ്ങൾ ആൾക്കാർക്ക് എത്തും എന്നുള്ള സാധനം. സോ വി സ്റ്റാർട്ടഡ് വിത്ത് ഡിസൈൻ എന്നുള്ള രീതിയിലാണ് സ്റ്റാർട്ട് ചെയ്ത്. പക്ഷേ ഇങ്ങനെ ലേണിംഗ് പ്രോഗ്രാംസ് കൂടുതൽ പ്ലാൻ ചെയ്യാൻ തുടങ്ങി. ഓക്കെ, അപ്പം ലേണിംഗ് പ്രോഗ്രാംസ് പ്ലാൻ ചെയ്യുന്നപ്പോൾ തന്നെ ഈ സ്റ്റഡി ജാമാണ് കൂടുതലും റൺ ആവുന്നത്. അപ്പോൾ ഒരു സ്റ്റഡി ജാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് 5 to 3 days ആ ഒരു രീതിയിൽ പോകുന്നുണ്ടാവും. ഇതാണ് ഞങ്ങളൊരു 7-8 സ്റ്റഡി ജാം സാധനങ്ങൾ നടത്തി. സ്റ്റഡി ജാം അല്ലാതാണെങ്കിൽ നമുക്കിപ്പം ഒരു ക്യാമ്പസിലെ ഒരു കമ്മ്യൂണിറ്റി കൾച്ചർ ബിൽഡ് ചെയ്യണം. എല്ലാവർക്കും എൻഷുർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം എല്ലാവർക്കും കമ്മ്യൂണിറ്റീസ് ഉണ്ടായിട്ട് കാര്യമില്ല. ലൈക്ക് ഓരോരോ പരിപാടി റാൻഡംലി നടത്തിയിട്ടും കാര്യമില്ല. എപ്പോഴും ഒരു ബോണ്ട് കീപ്പ് ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ അതിനനുസരിച്ചുള്ള പരിപാടി കാര്യങ്ങൾ ക്യൂറേറ്റ് ചെയ്യണം. സോ ഞങ്ങൾ ഇരുന്ന കോർട്ടിമാരുടെ ഡിസ്കഷനകത്താണ് ഞങ്ങൾ ഇങ്ങനെ ഇന്ന സാധനങ്ങൾ എവിടെയൊക്കെ ലാക്കിങ് ആണ് ഫീൽ ചെയ്യുന്നത്. സോ ഞങ്ങൾ ഓരോ പെർട്ടിക്കുലർ സാധനം എടുത്തു. അതായത് നമുക്കൊരു ക്യാമ്പസ് കൾച്ചർ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഇവന്റ് എടുത്തു. ഈ ഇവന്റ് ഒരിക്കലും ഒരു ദിവസമായിട്ട് നടത്തി കഴിഞ്ഞാൽ സാധനം റണ്ണായി പോകത്തില്ല. അല്ലെങ്കിൽ മാസത്തെ ഒരിക്കൽ നടത്തി കഴിഞ്ഞാൽ കമ്മ്യൂണിറ്റി കൾച്ചർ മാസത്തെ ഒരിക്കൽ ഉണ്ടായെന്ന് നമുക്ക് പറയാൻ പറ്റും. സോ ഐ വാസ് ലൈക്ക് എല്ലാ ആഴ്ചയിലെങ്കിലും നമ്മളെല്ലാവരും ഒരുമിച്ച് ഒരു ദിവസം കൂടിയിട്ട് സാധനങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യണം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് കൊണ്ടുവരാൻ വിചാരിച്ചു. സോ ഞങ്ങൾ ഒരു സീരീസ് ഓഫ് ഇവന്റ്സ് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഓവറോൾ ഒരു കമ്മ്യൂണിറ്റി ഫീൽ കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള എല്ലാ പരിപാടികളും ക്യൂറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാക്കുന്നതുകൊണ്ടാണ് ഇത്രയും ഈവെന്റ്സ് കാര്യങ്ങൾ കൗണ്ട് അങ്ങനെ കാണാൻ പറ്റും. സത്യം പറഞ്ഞാൽ ഈ കൗണ്ട് ഇത്രയും ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു. ഞങ്ങൾ ഈവെന്റ്സ് കണ്ടക്ട് ചെയ്യുക, ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ള സാധനമാണ് കൂടുതൽ പ്രയോറിറ്റൈസ് ചെയ്തത്.